പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൃദയാഘാതം വന്ന് മരിക്കുന്നവർ ഇന്ന് നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർക്ക് പോലും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ഹൃദയാഘാതം വന്നു എന്നുള്ളത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഹൃദയാഘാതത്തിൻ്റെ സാധാരണ ലക്ഷണങ്ങളായ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ശ്വാസം മുട്ടൽ ഒന്നും അവർക്കുണ്ടാകുന്നില്ല. വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ ചെറിയ ചില ലക്ഷണങ്ങൾ മാത്രമേ ചിലരുണ്ടാകുന്നുള്ളൂ. അപ്പോൾ അവരത് ഹൃദയാഘാതമാണെന്ന് കരുതുന്നുമില്ല, അതുകൊണ്ട് ചികിത്സിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ പലരും മരിക്കുന്നത് തന്നെ. ഇങ്ങനെ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തെ ഡോക്ടർമാർ വിളിക്കുന്നത് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് അല്ലെ നിശബ്ദ ഹൃദയാഘാതം എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്, നമുക്കതിനെ എങ്ങനെ മനസ്സിലാക്കാം, അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റിയാണ് നമ്മളിന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് വന്ന 1-2 പേരുടെ കഥകൾ ഞാൻ ഓർക്കുകയാണ്. എൻ്റെ തന്നെ ഒരു സുഹൃത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുറത്തൊരു മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അസാധാരണമായ വിയർപ്പുണ്ടായി. അദ്ദേഹം അത്ര കാര്യമാക്കിയില്ല. വീട്ടിൽ വന്നു, ബാത്റൂമിൽ പോയി കുളിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞപ്പോഴും പിന്നെ ശരീരം വിയർക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിന് അല്പം ക്ഷീണം പോലെ തോന്നിച്ചുകൊണ്ടാണ് ആശുപത്രിയിൽ ചെന്നത്. ആശുപത്രിയിൽ ചെല്ലേണ്ടി വന്നില്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിക്കേണ്ടി വന്നു. മറ്റൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഡോക്ടറായിരുന്നു. അദ്ദേഹം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് വയറിൽ അപ്പർ അബ്ഡോമിനൽ ഒരു അപ്സെറ്റ് ഉണ്ടായി. അതായത് പെട്ടെന്നൊരു നെഞ്ചരിച്ചിലും ഒരു വയറിനൊരു വല്ലായ്മയും തോന്നി. പക്ഷേ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം എന്ന് ഡോക്ടർ ആയതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം ഉടൻ തന്നെ ആശുപത്രിയിലെത്തി, അത് ECG എടുത്തു. അത് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അദ്ദേഹത്തിനൊരു പ്രശ്നവും ഉണ്ടായില്ല. അപ്പോൾ ഇങ്ങനെ വളരെ നിസ്സാരമായ ചില ലക്ഷണങ്ങളോടെ വരുന്ന ഹൃദയാഘാതത്തെയാണ് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് ഡോക്ടർമാർ വിളിക്കുന്നത്. നിശബ്ദ ഹൃദയാഘാതം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ അതിനെ വിളിക്കാം. അപ്പോൾ അത് 2-3 തരത്തിലാകാം. അതായത് ഇതിന് ഒട്ടും ലക്ഷണമില്ലാതെ വരുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഉറക്കത്തിൽ ചിലപ്പോൾ ഒരാൾ മരിക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു, പ്രസംഗിക്കുന്നതിനിടയിൽ, പാട്ട് പാടുന്നതിനിടയിൽ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഒക്കെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കുഴഞ്ഞു വീണ് മരിക്കുക. അവർക്ക് വലിയ സിവിയർ ആയിട്ടുള്ള ചെസ്റ്റ് പെയിനോ അല്ലെങ്കിൽ മറ്റു പ്രയാസങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാതെ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തെയാണ് സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അതായത് അവിടെ നോ സിംറ്റംസ്, ഒരു ലക്ഷണവുമില്ല. ഇനി ചിലർക്ക് മൈൽഡ് സിംറ്റം അല്ലെ ചെറിയ ലക്ഷണങ്ങൾ കാണാം. അതായത് ചെറുതായിട്ട് ചിലപ്പോൾ ഒരു തലകറക്കമോ അല്ലെ ചെറുതായിട്ടൊരു ശ്വാസം മുട്ടലോ അല്ലെ ചെറുതായിട്ടുള്ളൊരു ചങ്കിന് വേദനയോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ഇനി 3-മതൊരു കൂട്ടരുണ്ട്, അതായത് സാധാരണ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം അല്ലാതെ മറ്റ് ചില ലക്ഷണങ്ങളോടെ, അസാധാരണ ലക്ഷണങ്ങളോടെ ഉണ്ടാകുന്ന ഹൃദയാഘാതം. അതായത് സാധാരണ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം ഏതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ശക്തമായ നെഞ്ചിലുണ്ടാകുന്ന വേദന, നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലുള്ള വേദന, അതോടൊപ്പം ആ വേദന ഇടതേ കൈയിലേക്ക് വ്യാപിക്കുന്നു. ചിലപ്പോൾ അതിനോടൊപ്പം വിയർപ്പുണ്ടാകുന്നു, ചിലപ്പോൾ ശ്വാസമുട്ടലുണ്ടാകുന്നു. ഇതൊക്കെയാണ് സാധാരണ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ചിലർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട്. അതായത് അവർക്ക് ചിലപ്പോൾ തലകറക്കമായിരിക്കാം ആദ്യത്തെ ലക്ഷണം, അല്ലെങ്കിൽ അസാധാരണമായ വിയർപ്പായിരിക്കാം, ചിലപ്പോൾ അവർക്ക് അസാധാരണമായ ക്ഷീണമായിരിക്കാം, പെട്ടെന്ന് ക്ഷീണം വരുന്നു, ജോലി ചെയ്യാൻ ഒട്ടും പറ്റാതെ വരുന്നു. അതുപോലെ തന്നെ അവർക്ക് അപ്പർ അബ്ഡോമിനൽ അപ്സെറ്റ് ഉണ്ടാകുന്നു. അതായത് വയറിൻ്റെ മുകൾഭാഗത്ത് ചിലപ്പോൾ ചെറിയ വേദന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു നെഞ്ചരിച്ചിലുണ്ടാകുന്നു. പ്രത്യേകിച്ച് വയറ്റിലൊന്നും അസുഖം ഇല്ലാത്ത ഒരാൾക്ക് പിന്നെ അവർക്ക് ചിലപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ അസാധാരണമായിട്ട് പെട്ടെന്ന് വിയർക്കുക, അല്ലെങ്കിൽ തലകറങ്ങുക, ചിലപ്പോൾ ഷോൾഡറിന് വേദന വരിക, ചിലപ്പോൾ ബാക്ക് വേദന വരിക, ചിലപ്പോൾ കഴുത്തിൻ്റെ സൈഡിൽ വേദന വരിക. ഇങ്ങനെ സാധാരണ ഹൃദയാഘാത ലക്ഷണങ്ങൾ അല്ലാതെ മറ്റ് ചില ലക്ഷണങ്ങളുമായിട്ട് എത്തുന്ന ഹൃദയാഘാതവും സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് എന്നാണ് ഡോക്ടർമാർ വിളിക്കുന്നത്. അപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഹൃദയാഘാതം ഉണ്ടായി എന്ന് അവരറിയുന്നില്ല. പലപ്പോഴും ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ECG എടുത്ത് നോക്കുമ്പോഴാണ് അവർക്ക് ഹൃദയാഘാതം ഉണ്ടായി എന്ന് ഡോക്ടർ വിലയിരുത്തുന്നത്. അപ്പോൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് നേരത്തെ അറ്റാക്ക് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ പലരും പറയും അറ്റാക്കൊന്നും വന്നിട്ടില്ല എന്ന്. അവർ പോലും അതറിയുന്നില്ല അവർക്ക് അറ്റാക്ക് വന്നു എന്നുള്ളത്. ഏതാണ്ട് 50 മുതൽ 80% വരെ ഹൃദയാഘാതവും ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ആണ് എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. അപ്പോൾ ഇത് കൂടുതലും ഉണ്ടാകുന്നത് 2 കൂട്ടരിലാണ്. ഒന്ന്, സ്ത്രീകളിലുണ്ടാകുന്ന ഹൃദയാഘാതം മിക്കപ്പോഴും ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കാണ്. കാരണം അറ്റാക്ക് ഉണ്ടായി എന്ന് പോലും അവരത് അറിയുന്നില്ല. അറ്റാക്കാണെന്ന് നമുക്ക് സംശയം തോന്നിയാലേ നമ്മൾ ആശുപത്രിയിൽ പോകുന്നുള്ളൂ, ഡോക്ടറെ കാണുന്നുള്ളൂ, അല്ലെങ്കിൽ ECG എടുക്കുന്നുള്ളൂ. ഇത് അവർ മറ്റെന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് കരുതി അവർ വെച്ചുകൊണ്ടിരിക്കും. അത് വളരെ അപകടകരമാണ്. ചിലപ്പോൾ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കാണ്. കാരണം അവർക്ക് പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഞരമ്പിനെ ബാധിക്കും. അപ്പോൾ അത് ചിലപ്പോൾ ഓട്ടോണമിക് ന്യൂറോപ്പതി ഉണ്ടാകും. അപ്പോൾ ഹൃദയാഘാതം ഉണ്ടായാലും വേദന അവരറിയേയില്ല.
അപ്പോൾ അതും ഒരു സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കും നമ്മുടെ സാധാരണ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ അപകടകാരിയാണ്. വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ്. പിന്നെ മറ്റൊന്ന്, ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ളവർക്ക് അടുത്ത ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ രണ്ടാമതുണ്ടാകുന്ന ഹാർട്ട് അറ്റാക്ക് പലപ്പോഴും അപകടകാരിയാണ്, പലപ്പോഴും മരണം സംഭവിക്കാവുന്നതുമാണ്. അപ്പോൾ ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ നിശബ്ദ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മളെല്ലാവരും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ എന്തെങ്കിലും ലക്ഷണം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ടോ, നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ കീനായിട്ട് നോക്കി അത് അറിഞ്ഞു വെക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കാർഡിയോളജിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ കാർഡിയക് ICU ഉള്ള ആശുപത്രിയിലോ ചെന്ന് വേണ്ട പരിശോധനകൾ ചെയ്ത് നമുക്ക് ഹൃദയാഘാതം വന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഹൃദയാഘാതമാണെങ്കിൽ അതിനുള്ള വിദഗ്ധ ചികിത്സയും നമ്മൾ നൽകേണ്ടതാണ്. അത് പലപ്പോഴും നമ്മുടെ ജീവൻ രക്ഷിച്ചേക്കും. അല്ലെങ്കിൽ ഈ വക കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കോ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടും. അവരെ പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഈ വക വിവരങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഹൃദയാഘാതം വളരെ സാധാരണയായ ഒരു രോഗമായി മാറിയിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദയാഘാതം കൊണ്ടാണ് എന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് ഓർക്കണം. ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങളെ നമ്മളിങ്ങനെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി വെച്ചാലേ ആ തിരിച്ചറിവ് നമുക്ക് പിന്നെ പ്രയോഗിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും ഒരു ഹെൽത്തി ഡയറ്റ് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സസ്യാഹാരങ്ങൾക്ക് മുൻഗണന നൽകുക. ഹാർട്ട് ഹെൽത്തി ആയിട്ടുള്ള ആഹാര സാധനങ്ങൾ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ റെഗുലറായിട്ട് കാർഡിയോ വ്യായാമം അല്ലെങ്കിൽ എയറോബിക് വ്യായാമം എല്ലാ ദിവസവും ഒരു 40 മിനിറ്റ് നമ്മൾ ചെയ്യുക. അനാവശ്യമായിട്ട് നമ്മൾ കൂടുതൽ ടെൻഷൻ നമ്മുടെ തലയിൽ എടുത്തു വെക്കാതിരിക്കുക. എല്ലാ ദിവസവും നമ്മളൊരു 7 മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങുക. തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിനെ മറ്റ് ഹാർട്ട് അറ്റാക്കിനെ പോലെ തന്നെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ സൈലൻറ്റ് ഹാർട്ട് അറ്റാക്കിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.